നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റൻ ആണ് ഫ്രണ്ടൽ സോൾവർ എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും അതേപോലെ തന്നെ നിങ്ങളുടെ സിലബസിലും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ ഫ്രണ്ടൽ സോൾവർ എന്താണ്. നിങ്ങളുടെ 5th മോഡ്യൂളിലാണ് ഇത് വരുന്നത്. സോ ഫ്രണ്ടൽ സോൾവർ എന്താണെന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് വേവ് ഫ്രണ്ട് സോൾവർ. ഓക്കെ, ഫ്രണ്ടൽ സോൾവറിന്റെ വേറൊരു പേരാണ് വേവ് ഫ്രണ്ട് സോൾവർ എന്ന് പറയുന്നത്. പിന്നെ ഇത് ബ്രൂസ് അയോൺസ് ആണ് 1970 കണ്ടുപിടിച്ചാണ് ഈ ഒരു ഫ്രണ്ടൽ സോൾവർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊരു എന്താ പറയുക ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എഫിഷ്യന്റ് മെത്തേഡാണ് ഈ ഫ്രണ്ടൽ സോൾവർ എന്ന് പറയുന്നത്. ഫൈൻ. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറുകളിൽ ആൻസസ് ആണെങ്കിലും അബാക്കസ് ആണെങ്കിലും അതിലൊക്കെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും. എങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കും. എന്തിനെ സോൾവ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താണ് നമ്മൾ പലതും കണ്ടുപിടിക്കുന്നത്. ഇതിനെക്കുറിച്ച് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഒരു ഇക്വേഷൻ? ഇത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്, ഇത് ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ആൻഡ് ദിസ് ഇസ് ഫോഴ്സ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിൻ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ദർ ഇസ് എ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ അല്ലേ. സ്ട്രെയിൻ മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ദർ ഇസ് എ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ ബിറ്റ്വീൻ സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ്. കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പോ ഈ മെട്രിക്സ് സോൾവ് ചെയ്യുന്ന വഴി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കും. ഡിസ്പ്ലേസ്മെന്റിലൂടെ നമ്മൾ സ്ട്രെയിൻ കണ്ടുപിടിക്കും. സ്ട്രെയിനിലൂടെ നമ്മൾ സ്ട്രെസ് കണ്ടുപിടിക്കും. അതാണ് ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഏത് എലമെന്റ് വേണമെങ്കിലും ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ അതൊരു ബാർ എലമെന്റ് ആയിക്കോട്ടെ, ബീം എലമെന്റ് ആയിക്കോട്ടെ, അതല്ല ഇനി CST എലമെന്റ് ആയിക്കോട്ടെ, LST എലമെന്റ് ആയിക്കോട്ടെ, ക്വാഡ്രാറ്റിക് എലമെന്റ് ആയിക്കോട്ടെ, എന്ത് എലമെന്റ് ആണെങ്കിലും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആ എലമെന്റിന്റെ അവിടുത്തെ വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ട്രസ് എലമെന്റ് ആണെങ്കിൽ U1 V1 U2 V2 U3 V3 ഇതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ജോബ്. ബാർ എലമെന്റ് ആണെങ്കിൽ U1 U2 U3 എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ജോബ്. അതൊരു 3 ഡയമെൻഷണൽ ബോഡി ആണെങ്കിൽ U1 V1 W1, അതുപോലെ U2 V2 W2 ഇതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ജോബ്. സോ അങ്ങനെ U1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്സൈലൺ 1 കിട്ടും, അല്ലെങ്കിൽ എപ്സൈലൺ X കിട്ടും, അല്ലെങ്കിൽ എപ്സൈലൺ ഏതെങ്കിലും വാല്യൂ കിട്ടും. ഓക്കെ, എപ്സൈലൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കിട്ടും, സിഗ്മ കിട്ടും. കാരണം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉൾപ്പെട്ടിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാവുന്നതാണ്. സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ട്രസ് എലമെന്റും ബാർ എലമെന്റും ബീം എലമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോം ചെയ്ത് ആ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കും. ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കും, സ്ട്രെസ് കണ്ടുപിടിക്കും, സ്ട്രെയിൻ കണ്ടുപിടിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള. അപ്പൊ ഈ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോസസ് ആണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഈ ഫ്രണ്ടൽ സോൾവർ അല്ലെങ്കിൽ വേവ് ഫ്രണ്ട് സോൾവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ടൽ സോൾവറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് എക്സാമിന് വരയ്ക്കുകയും ഇതെന്താന്ന് താഴെ എഴുതുകയും ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ് ആണ്. 7 മാർക്ക് ആണെങ്കിൽ 7 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഓഫ് ദിസ് ഫ്രണ്ടൽ സോൾവർ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക. സ്റ്റാർട്ട് FEA പ്രോബ്ലം. ആദ്യം നമ്മളൊരു FEA പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അതായത് ഒരു ട്രസ് എലമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ട്രസിന്റെ പ്രോബ്ലം ആണ്. അതിൽ 3 ട്രസ് എലമെന്റ്സ് നിങ്ങൾക്ക് കാണാം. അതിൽ 4 നോഡുകളുണ്ട്. ഓക്കെ, 1 2 3 4 എന്ന് പറഞ്ഞ 4 നോഡ് കൊടുത്തേക്കുന്നുണ്ട്. ഓരോ നോഡുകളിലായിട്ട് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. U1 V1 U2 V2 U3 V3 U4 V4 എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ 8 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ എലമെന്റ് 1 വരയ്ക്കും, 2 എഴുതും, 3 എഴുതും. എന്നിട്ട് എല്ലാം കൂടെ അസംബിൾ ചെയ്ത് ഒരു ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ എഴുതും. അത് 8x8 മെട്രിക്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ 3 എലമെന്റ്, വെറും 3 എലമെന്റ്, അതും ട്രസ് എലമെന്റിന് വന്നിരിക്കുന്ന ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത് 8x8 മെട്രിക്സ് ആണ്. അപ്പൊ ബില്യൺസ് ആൻഡ് ബില്യൺസ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് എലമെന്റ്സ് യൂസ് ചെയ്യുന്ന, അതും ഇങ്ങനെയുള്ള ട്രസ് എലമെന്റ് അല്ല, ഫോർ എക്സാമ്പിൾ ഒരു ക്വാഡ്രിലാറ്ററൽ എലമെന്റോ CST എലമെന്റോ ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് ഇഷ്ടം പോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ഇഷ്ടം പോലെ വലിയൊരു ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോം ചെയ്യേണ്ടി വരും. സോ അത്രയും വലിയ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഈ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക, എന്നിട്ട് അത് സോൾവ് ചെയ്യാന്ന് പറയുന്നത്. കാരണം ഇത് ഒരുമിച്ച് വേണം സോൾവ് ചെയ്യുക. ഇത് ഒരുമിച്ചായിരിക്കും സോൾവ് ചെയ്യുക. കണ്ടോ, നോക്കി ഇങ്ങനെ ഒരു ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോം ചെയ്തിട്ട് നമ്മൾ ഇത് സോൾവ് ചെയ്യാണ് ചെയ്യുക. അറിയുന്ന ചില ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് വെച്ചിട്ട് അറിയുന്ന ചില ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ട് അറിയാത്ത ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുക. അങ്ങനെയാണല്ലോ നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോ ഇത് അറ്റ് എ ടൈം കമ്പ്യൂട്ടറിന് സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ പറയുന്നത് വലിയ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ വലിയൊരു ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിനെ പ്ലാറ്റ്ഫോമിൽ വെച്ച് സോൾവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ടാണ് ഈ ഫ്രണ്ടൽ സോൾവർ വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഈ ഫ്രണ്ടൽ സോൾവർ അറ്റ് എ ടൈം എല്ലാ എന്താ പറയാ എലമെന്റ്സിനെയും ഒരുമിച്ച് സോൾവ് ചെയ്യല്ല ചെയ്യുന്നത്. ഓക്കെ, എലമെന്റ് ബൈ എലമെന്റ് സോൾവ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അതായത് നോക്കി നിങ്ങൾ സ്റ്റെപ്പ് 1 എന്താ? ഇനീഷ്യലൈസ് ദ ഫ്രണ്ട്. ഇനീഷ്യലൈസ് ദ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് തുടങ്ങി വെക്കുക. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത്രയുള്ള കേട്ടോ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയില്ല, അതായത് യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോ എല്ലാവരും കൂടെ ഒരുമിച്ച് യുദ്ധത്തിന് അങ്ങോട്ട് പോകില്ല. ആദ്യം ഒരു സൈഡിൽ നിന്ന് ആക്രമണം തുടങ്ങും, പിന്നെ രണ്ടാമത്തെ സൈഡിൽ നിന്ന് ആക്രമണം തുടങ്ങും. അങ്ങനെയല്ലേ? ആ തുടങ്ങുന്ന ഭാഗത്തിന് നമ്മൾ ഫ്രണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ കാൽക്കുലേഷൻ തുടങ്ങുന്ന ഭാഗത്തിന് നമ്മൾ ഫ്രണ്ട് എന്ന് പറയും. അത്രയുള്ളൂ. ഇനീഷ്യലൈസ് ദ ഫ്രണ്ട്. എവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങണം?
ആ ഇനിഷ്യലൈസേഷൻ ഓഫ് ദ ഫ്രണ്ട് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എലമെന്റ് 1നെ ലോഡ് ചെയ്തെടുക്കും. എലമെന്റ് 1 എന്താണ്, ആ എലമെന്റിൽ എന്തൊക്കെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അതിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്താണ്, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. ആദ്യം എലമെന്റ് 1 ലോഡ് ചെയ്തെടുക്കും. എന്നിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ദ നെക്സ്റ്റ് എലമെന്റ് ആണ്. നെക്സ്റ്റ് എലമെന്റ് ഫോം ചെയ്യും. എന്നിട്ട് അസംബിൾ ദ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇൻ ടു ദ ഫ്രണ്ട്. ആദ്യത്തെ എലമെന്റ് എന്തായാലും ഇൻസഫിഷ്യന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ എലമെന്റ് നെക്സ്റ്റ് അത് കാൽക്കുലേഷനിലേക്ക് എടുക്കും. രണ്ടാമത്തെ എലമെന്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യും ഈസ് എനി ഡിഗ്രി ഓഫ് ഫ്രീഡം ഫുള്ളി അസംബിൾഡ്, ഏതെങ്കിലും ഡിഗ്രി ഓഫ് ഫ്രീഡം കംപ്ലീറ്റ് ആയിട്ട് അസംബിൾഡ് ആയോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അതായത് അപ്പിയർഡ് ഇൻ ഓൾ എലമെന്റ്സ് ഷെയറിംഗ്. ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേഷനിൽ പറഞ്ഞുതരാം. അതായത് ഇതിലിപ്പോ നിങ്ങൾ നോക്കിയേ, എലമെന്റ് 1 എടുത്തു കഴിഞ്ഞാൽ U1 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇവിടെ ഉണ്ട് ഇല്ലേ. അതേപോലെ U1 എലമെന്റ് 2 ഉണ്ട്, U1 എലമെന്റ് 3 ഉണ്ട്. എന്നിട്ട് നമ്മൾ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതുമ്പോൾ എലമെന്റ് 1ലെ U1 എലമെന്റ് 2ലെ U1 എലമെന്റ് 3ലെ U1 എല്ലാം കൂടെ ആഡ് ചെയ്തല്ലേ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ 3 എലമെന്റുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ U1 എന്ന് പറയുന്ന ആ ഡിഗ്രി ഓഫ് ഫ്രീഡം കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയി, കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഡാറ്റ കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഇനിയിപ്പോ വേറൊരു എലമെന്റും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ U1 ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. അഥവാ U1 ഉണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്യണം. അഥവാ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് U1 സ്റ്റോപ്പ് ചെയ്തൂടെ. കാരണം U1 എന്ന് പറയുന്ന സാധനം കിട്ടാനായിട്ട് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് ഒക്കെ ആയി കഴിഞ്ഞു. എലമെന്റ് 1ൽ U1 ഉണ്ട്, എലമെന്റ് 2 ഉണ്ട്, എലമെന്റ് 3 ഉണ്ട്. ആ 3 U1 ആഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് ആ U1 എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം ഒരാവശ്യം ഇല്ല. കാരണം അതിന് വേണ്ട സാധനം, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിൽ ഫോം ചെയ്യാനായിട്ട് അല്ലെ. അപ്പോ U1 വേണമെങ്കിൽ എനിക്ക് ഇനി എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് അവർ നെക്സ്റ്റ് ചെയ്യുന്നത്. അതായത് ഈസ് എനി ഡിഗ്രി ഓഫ് ഫ്രീഡം ഫുള്ളി അസംബിൾഡ് ആണെങ്കിൽ, അപ്പിയർഡ് ഇൻ ഓൾ എലമെന്റ്സ് ഷെയറിംഗ് ഇറ്റ് ആണെങ്കിൽ, കിട്ടിക്കഴിഞ്ഞാൽ എലിമിനേറ്റ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ആ ഡിഗ്രി ഓഫ് ഫ്രീഡം വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. അതായത് ഈ പ്രോബ്ലത്തിലെ U1 വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോ എന്റെ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിൽ U1 പോയി. ഓക്കെ, ഇനി എനിക്കത് ആവശ്യമില്ല. അപ്പൊ ഞാൻ എന്റെ കമ്പ്യൂട്ടർ ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ എലിമിനേറ്റ് ചെയ്ത് അത് വേറൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. കമ്പ്യൂട്ടറിന്റെ വേറൊരു സ്ഥലത്ത് അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാൽക്കുലേഷനിൽ ഈ U1 ക്യാരി ഓവർ ചെയ്യില്ല. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ഡിഗ്രി ഓഫ് ഫ്രീഡം വേണമെങ്കിൽ അത് ക്യാരി ഓവർ ചെയ്തായിരിക്കും പോവാം. ഫോർ എക്സാമ്പിൾ U1 കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു U4 V4 ഉണ്ടെന്ന് വിചാരിച്ചോ. ആ U4 V4 ഇപ്പൊ U4 V4 എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണെന്ന് വിചാരിച്ചത്. ഇതാണ് U4, ഇതാണ് V4. U4 V4 ഇവിടെയാണുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എലമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ U4 V4 ഇല്ല. സെക്കൻഡ് എലമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ U4 V4 ഇല്ല. തേർഡ് എലമെന്റ് തുടങ്ങി കഴിഞ്ഞപ്പോൾ U4 V4 വന്നു. ഇനി ഫോർത്ത് എലമെന്റിലും ചിലപ്പോൾ U4 V4 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ U4 V4 എന്ന് പറയുന്ന ആ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അത് ചിലപ്പോൾ ഒരു U5 അതൊരു ഫിഫ്ത്ത് എലമെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അത് നിർത്തേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ അതിന് വേണ്ടതെല്ലാം കിട്ടിക്കാണും. അപ്പൊ നമ്മൾ U4 V4 എലിമിനേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് U1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എലിമിനേറ്റ് ചെയ്യും. U1 V1 വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് എലിമിനേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഇങ്ങനെ പോവുക എലിമിനേറ്റ് ചെയ്ത് ഇതിന്റെ ഡൈനമിക് മെമ്മറിയിൽ, അതായത് ഈ കമ്പ്യൂട്ടർ സോൾവ് ചെയ്യുന്ന ആ ഒരു മെമ്മറിയിൽ ഉള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വളരെ കുറവായിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റേ അസംബിൾ ചെയ്തിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒക്കെ ഓൾറെഡി വേറൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ മൊബൈലിൽ റാം, അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് ഡിസ്ക് അല്ല, നമ്മുടെ മെമ്മറി പറയും, സ്റ്റോറേജ് മെമ്മറി കാർഡ്. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട മെമ്മറിയാണ്, ഡൈനാമിക് ആയിട്ട് അതിന് വേണ്ട മെമ്മറി. ഓക്കെ, വേറെ നമുക്കിപ്പോ മൂവിയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് റാമിലായിരിക്കില്ല. അത് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അതിന്റെ മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് അല്ലെ, ഹാർഡ് ഡിസ്കിലായിരിക്കും അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലാണെങ്കിൽ തന്നെ. അപ്പൊ റാമിന്റെ സ്പേസ് വളരെ കുറയ്ക്കാൻ നമുക്ക് പറ്റും ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അറ്റ് എ ടൈം ഇത് വലിയൊരു ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഹാൻഡിൽ ചെയ്യേണ്ടി വരില്ല. കാരണം ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിലെ പല ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇതിന്റെ പല സ്റ്റേജസിലായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് അത് വേറൊരിടത്ത് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എലിമിനേറ്റ് ചെയ്യും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഇപ്പോ ഏതെങ്കിലും ഡിഗ്രി ഓഫ് ഫ്രീഡം ഫുള്ളി അസംബിൾഡ് ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ അടുത്ത എലമെന്റ് ആഡ് ചെയ്യും. അടുത്ത എലമെന്റ് ആഡ് ചെയ്തിട്ട് അതിൽ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ U1 V1 നോക്കും. അതിലും ആയിട്ടില്ലെങ്കിൽ അടുത്ത എലമെന്റ് കൺസിഡർ ചെയ്യും. എന്നിട്ട് U1 V1 ഉള്ള എല്ലാ എലമെന്റുകളെയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ U1 V1 നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, സോ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ നിന്ന് അത് റിമൂവ് ആയി. അപ്പൊ ഫ്രണ്ട് ഷ്രിങ്ക് ചെയ്യും, മെമ്മറി ഫ്രീഡ് ആയി കേട്ടോ. ഫ്രണ്ട്, അതായത് നമ്മൾ സോൾവ് ചെയ്യുന്ന ആ ഫ്രണ്ട് എന്ന് പറയുന്നത് അത് വളരെ ചെറുതായി. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന്റെ കുറച്ച് മെമ്മറി മാത്രമേ യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. ഓക്കെ, അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ എലമെന്റ്സിലൂടെയും ഇത് പ്രോസസ് ചെയ്ത് ആ ഫുൾ മെട്രിക്സിനെയും ഇത് സോൾവ് ചെയ്യും. സോൾവ് ചെയ്തതിനു ശേഷം പിന്നെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് നമുക്ക് അറിയുന്ന ഡിസ്പ്ലേസ്മെന്റ്സ് വെച്ച് നമ്മൾ അറിയാത്ത ഡിസ്പ്ലേസ്മെന്റ്സ് കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും റിയാക്ഷനും ഒക്കെ കണ്ടുപിടിക്കും. ആൻഡ് റിസൾട്ട്സ് ആർ ഒബ്റ്റെയിൻഡ്.
ഇതാണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫ്രണ്ടൽ സോൾവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ഫ്ലോ ചാർട്ട് വെരി യൂസ്ഫുൾ ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. വേറെ മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് യൂസ് ദിസ് പെർട്ടിക്കുലർ ഫ്ലോ ചാർട്ട് വൈൽ എക്സ്പ്രസിംഗ് യുവർ ആൻസർ. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു പെർട്ടിക്കുലർ പാരഗ്രാഫിലുള്ളത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അഡീഷണൽ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ് നമ്മുടെ ആൻസിസ്, അബാക്കസ്, നാസ്ട്രാൻ പോലെയുള്ള സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുന്നത്. ഇത് മെമ്മറി എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കും. ലാർജ് സ്കെയിൽ പ്രോബ്ലത്തിന് വരെ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. കാരണം അറ്റ് എ ടൈം നമുക്ക് കുറച്ച് റാമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു വലിയ പ്രോബ്ലത്തിന് വരെ നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഫ്രണ്ടൽ സോൾവർ. സോ ഗോ ത്രൂ ദിസ് ടോപ്പിക്.